ഓരോ യാത്രകളും നമ്മൾക്ക് പിന്നീട് ഓരോ കഥകളായി മാറും. അങ്ങനെയുള്ളവയിൽ കാഴ്ചകളും അനുഭവങ്ങളും കൊണ്ട് മനോഹരമാകുന്നവ എന്നും നമുക്ക് പ്രിയപ്പെട്ടതായി മാറും. കുടുംബത്തോടൊപ്പം പ്രിയപ്പെട്ടവർക്കൊപ്പമുള്ള യാത്രകളാവും അതിൽ കൂടുതലും. അങ്ങനെയൊരു യാത്രയാണ് ഇന്ന്. നാട് കടന്ന് കാടും തോടും പുഴയും കാട്ടരുവിയും വെള്ളച്ചാട്ടവും കണ്ട് സ്വച്ഛമായൊരു യാത്ര. പ്രകൃതിയുടെ വന്യമായ കാഴ്ചകളിലേക്ക് ഒരു യാത്ര. പ്രകൃതിയുടെ വശ്യമായ കാഴ്ചകളാൽ സമ്പന്നമാണ് അച്ചൻകോവിലും ചെമ്പനരുവിയുമൊക്കെ. ചെമ്പനരുവിയുടെ സൗന്ദര്യം നുകർന്ന് അച്ചൻകോവിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഇത് പത്തനാപുരമാണ്. പുനലൂർ റോഡ് കയറി പുന്നല വഴിയാണ് നമ്മൾ അച്ചൻകോവിലേക്ക് പോകുന്നത്. കോതിയിൽ നിന്നുള്ള വനപാതയിലൂടെയാണ് ഞാൻ അധികവും അച്ചൻകോവിലേക്ക് പോയിട്ടുള്ളത്. കുറച്ചുനാൾ മുമ്പ് ഈ വഴിയൊന്ന് പോയ പരിചയമേ ഉള്ളൂ. പത്തനാപുരം നാൽക്കവലയുടെ ഭാഗത്ത് നിന്ന് ഒരു 750 മീറ്റർ മുന്നോട്ട് വന്ന് ഈ വഴി ലെഫ്റ്റാണ് തിരിയേണ്ടത്. ഈ അടുത്ത കാലത്ത് റോഡ് പണിയൊക്കെ ആരംഭിച്ചതായി കേട്ടിരുന്നു, പക്ഷെ പൂർത്തിയായിട്ടില്ല. ഇങ്ങനെ ഇടവിട്ട് റോഡ് വളരെ മോശമാണ്. ഒരു മഴ കൂടി പെയ്തതുകൊണ്ട് ഇതാണ് അവസ്ഥ. അങ്ങനെ മുന്നോട്ട് അല്പദൂരം പോയപ്പോഴാണ് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സ്പോട്ട് കണ്ടത്. നല്ലൊരു സൂപ്പർ സ്ഥലം, ഒരു വലിയ ഗ്രൗണ്ടിൻ്റെ ഭാഗത്ത് നിർത്തിയിട്ട് ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കാണാമെന്ന് വെച്ച് ഇറങ്ങാണ്. നല്ല രസമുണ്ട് കേട്ടോ ഈ സ്ഥലമൊക്കെ കാണാനായിട്ട്. ഇപ്പോൾ ഒരു ശബ്ദം കേൾക്കാം. റോഡിനോട് ചേർന്ന് നല്ല വിശാലമായ ഗ്രൗണ്ടാണ്. ക്രിക്കറ്റോ ഫുട്ബോളോ ഒക്കെ യഥേഷ്ടം കളിക്കാൻ പറ്റിയ നല്ല അടിപൊളി വൈബുള്ള സ്ഥലവും. കറവൂർ എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. വന്നിറങ്ങിയ പാടെ 1 by 1 ഊഞ്ഞാലിൽ പിടിമുറുക്കി. മനോഹരമായ ഒരു പ്രദേശം. ചെറിയൊരരുവി ഗ്രൗണ്ടിൻ്റെ സൈഡിലൂടെ ഒഴുകുന്നുണ്ട്. ഊഞ്ഞാലിൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നാൽ എത്ര സമയം പോയാലും അറിയില്ല. മറുഭാഗത്തൊരു വീട്ടിൽ ഞങ്ങളെ നോക്കിയ ഒരാൾ വാലൊക്കെ ആട്ടി സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരു സുന്ദരക്കുട്ടൻ. ഈ ഭാഗത്ത് ഒരു അക്കുഡേറ്റ് പാലമുണ്ട്. പാലത്തിന്റെ മുകളിൽ നിന്നും അരുവിയിലേക്ക് വെള്ളം ചാടുന്നുണ്ട്. അത് നല്ല ഉയരത്തിൽ നിന്നും നല്ലൊരു കാഴ്ച കൂടിയാണത്. അക്കുഡേറ്റ് പാലത്തെ ബാക്ക്ഗ്രൗണ്ട് ആക്കി കുറച്ച് ഫോട്ടോസും എടുത്തു. പാലം ബാക്ക്ഗ്രൗണ്ട് ആക്കി എങ്ങനെ ഫോട്ടോസ് എടുത്താലും പിക്കെല്ലാം കിടുവാണ്. മുന്നോട്ടുള്ള യാത്ര തുടർന്നു. മനോഹരമായ വനപാതയാണ്. കുരങ്ങും മയിലും തുടങ്ങി പല ജീവികൾ മിന്നി മറയുന്നത് കാണാം. ഇരുവശത്തും ഇരുട്ടു മൂടിയ കാടിന്റെ പച്ചപ്പിലേക്ക് കാർ ഓടിച്ചു കയറുന്ന ഫീലാണ്. അങ്ങനെ ഒരു രണ്ടാമത്തെ സ്പോട്ട് എന്ന് പറയാം. തൊടിയിൽ കണ്ടം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. മനോഹരമായ ഒരു സ്ഥലമാണ്. ഒരു ചെറിയ പാലം, അതിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു തടയണ പോലുണ്ട്. തടയണയുടെ ഭാഗത്തുനിന്ന് വെള്ളം താഴേക്ക് ഒഴുകുന്നത് കാണാൻ നല്ല രസമാണ്. നമുക്ക് ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ആസ്വദിക്കാൻ കഴിയും. അതുപോലെ ആ വെള്ളം താഴേക്ക് ഒഴുകുന്ന ഭാഗത്തേക്ക് ഇറങ്ങി നമുക്ക് നിൽക്കാനൊക്കെ പറ്റും. ആ ഒരു ഭാഗം ഇറങ്ങി നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടെയൊക്കെ ചെറുതായിട്ട് നിന്ന് ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോവാം. അതുപോലെ ഇവിടെയൊക്കെ കടകളൊക്കെ ഉണ്ട്. ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുടിച്ചിട്ടൊക്കെ പോകാവുന്നൊരു സ്ഥലമാണ്. മുന്നോട്ടൊക്കെ പോകുമ്പം കടകൾ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇവിടുന്ന് ഒരു എന്തെങ്കിലുമൊക്കെ കഴിക്കാനും കുടിക്കാനും ഒക്കെ കരുതിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ആ സ്ഥലം ഒന്ന് കാണാം. വനത്തിലൂടെ ഒഴുകിയെത്തുന്ന അരുവിയായതുകൊണ്ട് തന്നെ വെള്ളത്തിന് നല്ല തണുപ്പാണ്. ഈ ഭാഗം തന്നെ ഒന്ന് നോക്കിക്കേ, എന്തു ഭംഗിയാന്ന്. കിളികളുടെ ശബ്ദവും ചെറു കാറ്റും പൂക്കളുടെ മണവും ഒക്കെ ആയിട്ട് ഒരു ഭാഗത്ത് തറയിൽ പറ്റിക്കൂടി നിറയെ ചിത്രശലഭങ്ങളാണ് ചിറകിട്ടടിച്ച് ഇങ്ങനെ മണ്ണിൽ വന്നിരിക്കുന്നത് കാണാൻ നല്ല ചന്തമാണ്. പോകുന്ന വഴി നിറയെ കാണാൻ പറ്റുന്ന ഒരു കാഴ്ച കൂടിയാണിത്. പല വർണ്ണങ്ങളിലുള്ളവ പലയിടങ്ങളിൽ കാണാൻ പറ്റും. ഒഴുക്കിന് നല്ല ശക്തിയുണ്ട്. കാണുന്നത് പോലെയല്ല. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഈ ലൊക്കേഷൻ ശരിക്കും എൻജോയ് ചെയ്തു. ചുറ്റുമുള്ള ഈ പച്ചപ്പും ഈ അരുവിയൊക്കെ കൂടി ബാക്ക്ഗ്രൗണ്ടിന്റെ ഭംഗി കൊണ്ട് ഓരോ ഫോട്ടോസും ഒന്നിനൊന്ന് സൂപ്പറായിരുന്നു. നല്ല സ്പോട്ടായിരുന്നു കേട്ടോ. തറയിലൊക്കെ നിറയെ ചിത്രശലഭങ്ങളും ഒരു ചെറിയ തടയണ പോലെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗത്തുനിന്ന് വെള്ളം താഴേക്ക് ഒഴുകുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതൊരു ചെറിയ ഗ്രാമപ്രദേശം കൂടെയാണ്. ഒരു വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രാമപ്രദേശം. 2 കുപ്പി വെള്ളവും കുറച്ച് ബേക്കറിയൊക്കെ വാങ്ങി മുന്നോട്ടുള്ള യാത്ര തുടർന്നു. മുന്നോട്ടുള്ള ഓരോ കാഴ്ചകളും മനസ്സിനെ കീഴടക്കുന്നതായിരുന്നു. ചെറിയ ചെറിയ അരുവികളും നല്ല തണുപ്പും ഓരോ പ്രദേശങ്ങളുടെ ഭംഗിയൊക്കെ കൊണ്ട്. ഒരു കാര്യമാണ് രസം, എവിടെ നോക്കിയാലും മയിലുകളാണ്. അത് നിറച്ച് പീലിയുള്ളവ. ആദ്യം ഇവരുടെ ഫോട്ടോസൊക്കെ എടുക്കാൻ ഒരാവേശമായിരുന്നു. പിന്നെ അതങ്ങ് മാറിക്കിട്ടി. എവിടെ നോക്കിയാലും ഇവരല്ലേ. എന്ത് ഭംഗിയല്ലേ ഇവരെ കാണാനായിട്ട്.
അങ്ങനെ ചെമ്പനരുവി എന്നറിയപ്പെടുന്ന സ്ഥലത്തെത്തി. ഈ റോഡിൽ ഒരു ഹോട്ടൽ ഉള്ളത് ഈ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ കഴിച്ചിട്ട് യാത്ര തുടരാമെന്ന് തീരുമാനിച്ചു. കാർ ഒതുക്കിയപ്പോഴേക്കും ഒരു KSRTC ദാ വന്നു. ഈ റോഡിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു ബസ് സർവീസ് കൂടിയാണിത്. അതുകൊണ്ട് തന്നെ നിറച്ച ആളാണ്. ഈ ഭാഗത്ത് ഇറങ്ങുന്നവർ തന്നെ ദാ കണ്ടില്ലേ, ഒരുപാടുണ്ട്. കുറച്ച് കടകളും ഹോട്ടലും ഒക്കെയായി. ചെമ്പനരുവി ഈ വഴിയിലെ ഒരു പ്രധാന സ്റ്റോപ്പ് കൂടിയാണ്. ഇതാണ് ഹോട്ടൽ. ചെറിയൊരു ഹോട്ടലാണ്, പക്ഷെ ഫുഡോ അസാധ്യമാണ്. നല്ല തനി നാടൻ ഊണും മീൻ കറിയും. സമയം വൈകി കഴിക്കുന്നത് കൊണ്ടോ എന്തോ എത്ര കഴിച്ചിട്ടും മതിയായില്ല. പിന്നെ ഈ ടേസ്റ്റും. ഇവിടെ ചെമ്പനരുവി എന്നറിയപ്പെടുന്നൊരു വെള്ളച്ചാട്ടമുണ്ട്. അങ്ങോട്ടേക്കാണ് ഇനി നമ്മുടെ യാത്ര. കടയുടെ ഭാഗത്തേക്കുള്ള ഈ വഴി തന്നെ ഒരു 3-4 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ വെള്ളച്ചാട്ടമാണ്. റോഡ് അല്പദൂരം ചെന്ന് ഒരു നല്ല ഇറക്കം വരുന്ന ഭാഗത്തായിട്ടാണ്. ഇതാണ് ആ പ്രദേശം. നമ്മളങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് പോവാണ്. മുമ്പേ കണ്ട ഹോട്ടലിൻ്റെ ഭാഗത്തു നിന്ന് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ ഒരു മുസ്ലിം പള്ളിയുണ്ട്. പള്ളിയുടെ സൈഡിലൂടെ ഒരു പാലം കയറി മുന്നോട്ട് കുറച്ച് നടന്ന് നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് എത്താം. നല്ല ക്ഷീണം. ഇത്രയും റോഡ് വളരെ മോശമായിരുന്നു. വണ്ടി ഓടിച്ചൊരു കോലത്തിലെത്തി. അപ്പം ഹോട്ടലിൽ കഴിച്ചുകൊണ്ടിരുന്നപ്പം അടുത്ത ഏതെങ്കിലും നല്ല സ്പോട്ട് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞാണ് ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്, നല്ല വെള്ളച്ചാട്ടമാണ്, ഒന്ന് പോയി കണ്ടു നോക്കുമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്രതീക്ഷയോടെ നടക്കുകയാണ്. നല്ല വെള്ളച്ചാട്ടമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അത് മാത്രമല്ല, ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ബോർഡൊക്കെ ഉണ്ടായിരുന്നു. ചെമ്പനരുവി വാട്ടർഫാൾസ് എന്ന് വേണ്ട ഒത്തിരി ബോർഡൊക്കെ വെച്ചേക്കുന്ന കണ്ടു. അപ്പോൾ ഇങ്ങനെ കടയുടെ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നേരെ പോയാൽ മതി. ഒരു റബ്ബർ തോട്ടത്തിൻ്റെ നടുവിലായി വനത്തിനോട് ചേർന്നൊരു ഭാഗത്താണ് വെള്ളച്ചാട്ടം. കുറച്ചൊന്ന് നടക്കണം, ഒരു 300 മീറ്റർ സംതിങ്. നടന്നു വരുന്ന വഴി അല്പം താഴേക്കിറങ്ങി അരുവിയുടെ ഭാഗത്തേക്ക് താഴ്ഭാഗത്തേക്ക് ഇറങ്ങണം. നല്ല രസമുണ്ട് കേട്ടോ ഈ സ്പോട്ട് കാണാനായിട്ട്. മനോഹരമായ സ്ഥലമാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ മുൻപിലായി പാറക്കൂട്ടമാണ്. മുന്നിലെ പാറകളിലൂടെ നടന്നു വേണം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കെത്താൻ. കുറച്ച് സാഹസികതയും ഒപ്പം രസമുള്ള കാര്യമാണത്. അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടം. പച്ചപ്പിനാൽ ചുറ്റപ്പെട്ട വലിയൊരു പാറയുടെ നടുവിലായി താഴേക്ക് പതിയുന്ന ഒന്ന്. പച്ചപ്പ് പുതച്ച് ഇരുട്ട് മൂടിയൊരു പ്രദേശം. അവിടേക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ തുള്ളികൾ വെളിച്ചം വീശുന്നു. ഈറൻ കൊണ്ട് നമ്മളെ പുതപ്പണിയിക്കുന്നു. നേർത്ത തുള്ളികളായി വന്ന് നമ്മളിലേക്ക് പതിക്കുന്നു. ശാന്തമായ ഭംഗിയുള്ളൊരു പ്രദേശം. വന്യമായ ഈ പ്രദേശത്ത് വിരിയുന്ന ഏറ്റവും മനോഹരമായ പൂക്കൾ പോലെയാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും. പല നിറങ്ങളിൽ പൂവിട്ട പൂമരങ്ങളും അതിൻ്റെ ഗന്ധം വഹിച്ചെത്തുന്ന നേർത്ത തണുപ്പുള്ള ഈറൻ കാറ്റും പക്ഷികളുടെ ഈ സംഗീതമൊക്കെ കൂടി ഓർമ്മകളിൽ എന്നും മായാത്ത ഒന്നായി മാറും ഇവിടുത്തെ ഓരോ കാഴ്ചകളും. ഞങ്ങൾ കുറച്ചു നേരം ഫോട്ടോസൊക്കെ എടുത്ത് ചുറ്റുപാടൊക്കെ കണ്ട് വെള്ളച്ചാട്ടം നന്നായി ആസ്വദിച്ചു. അധികം വൈകാതെ തന്നെ മടങ്ങാനാണ് തീരുമാനം. അച്ചൻകോവിൽ കൂടി കണ്ട് മടങ്ങണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. വീണ്ടും വനപാതയിലൂടെയുള്ള യാത്ര. ഒരുപാട് ചെറിയ ക്ഷേത്രങ്ങളും കാവുകളും ഒക്കെ കാഴ്ചയാകുന്നൊരു യാത്രയാണ്. ഇടയ്ക്ക് വെച്ച് ആറ്റിലേക്ക് ഇറങ്ങാൻ പറ്റുന്നൊരിടമുണ്ട്, അവിടെയും ഇറങ്ങി. അങ്ങനെ അവസാനം അച്ചൻകോവിലെത്തി. അച്ചൻകോവിൽ ക്ഷേത്രത്തിലെ പാട്ടും മണിയൊച്ചയും ചന്ദ്രത്തിരിയുടെയും പൂമാലകളുടെ ഗന്ധവും ഒക്കെ കൊണ്ട് വല്ലാത്തൊരു അട്രാക്റ്റീവായിട്ടുള്ള എൻവയോൺമെൻ്റാണ്. എങ്ങും ഒരു പ്രത്യേക വൈബാണ്. കാടിന് നടുവിൽ വിസ്മയം പോലൊരു ക്ഷേത്രം. ഈ നാടിൻ്റെ എല്ലാമാണ് ഈ ക്ഷേത്രം. വിഷചികിത്സയ്ക്ക് പേര് കേട്ട ദേവനാണ് ഇവിടെ കുടികൊള്ളുന്നത്. പ്രതിഷ്ഠയുടെ കൈഭാഗത്ത് നിത്യവും സൂക്ഷിക്കുന്ന ചന്ദനമാണ് അതിന് ഔഷധം. KSRTCയെ കൂടുതലായി ആശ്രയിക്കുന്ന ഗ്രാമം കൂടിയാണിത്. ഇവിടെ നിന്നും തമിഴ്നാട് വഴി തെന്മലയെത്തി തിരിച്ചു മടങ്ങാനായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ നേരം വൈകി. മുന്നോട്ട് ഇവിടെ നിന്ന് പോയാൽ തമിഴ്നാട് ബോർഡറാണ്. മുന്നോട്ടുള്ള വഴിക്ക് ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും വ്യൂ പോയിന്റ് പോലെ തമിഴ്നാടിൻ്റെ പ്രദേശങ്ങളുടെ കാഴ്ചകളും ഒക്കെ കൂടി അടിപൊളിയാണ്. മറ്റൊരു ദിവസം നമുക്ക് അങ്ങനെ ഒരു യാത്ര പോകാം. ഒരു ചായയും ചെറുകടിയൊക്കെ കഴിച്ച് കാഴ്ചകൾ കണ്ട് ഞങ്ങളിങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും ഒരു മയിൽ വന്ന് കടയുടെ മുകളിൽ പറന്നിരുന്നു. ഒരു ചക്ക വന്ന് വീഴുന്ന ശബ്ദമായിരുന്നു. ആദ്യം ഒന്ന് പേടിച്ചു, പിന്നെയാണ് മയിലേട്ടനാണെന്ന് മനസ്സിലായത്. കടയിലെ അമ്മ മക്കളെയൊക്കെ വിളിക്കുന്നത് പോലെ നീട്ടി അവൻ്റെ പേരൊന്ന് വിളിച്ചു. അവൻ ഓടിയെത്തി. ഈ കാഴ്ചകളൊക്കെ അപൂർവമാണ്, എത്ര ആസ്വദിച്ചാലും മതി വരാത്തത്.
അങ്ങനെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താനും മറക്കരുത്. മറ്റൊരു കാഴ്ചയുമായി നമുക്ക് വീണ്ടും കാണാം.